നമ്മുടെ വായിലിട്ട ടപ്പേത് കൂട്ടുന്ന യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദേഹിപൂരി ഉണ്ടാക്കി നോക്കാം. ദേഹിപൂരിക്ക് വേണ്ടി ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്, അതെടുക്കാം. നമ്മളിവിടെ ചോപ്പ് ചെയ്ത ഒനിയൻ ഒരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. നമ്മള് ചില്ലി യൂസ് ചെയ്യാനുള്ള, അതുകൊണ്ട് ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാലയാണ്, നമുക്ക് ചാറ്റ് മസാല യൂസ് ചെയ്യാം. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് മസാല ഇവിടെ റെഡി ആയിട്ട് ഇത് മാറിയിരിക്കട്ടെ. നമുക്ക് ഇനിയും യോഗട്ട് ഷുഗറിൽ മിക്സ് ചെയ്തിടാം. നമുക്ക് അധികം പുളിയില്ലാത്ത യോഗട്ട് വേണേ, അധികം പുളിയുള്ളത് വേണ്ട. നമുക്ക് ഇനി അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ഇത് നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് ഇവിടെ ഇത് കൊറിയാൻഡറും മിന്റും പിന്നെ കുറച്ച് സോൾട്ടും കുറച്ച് തൈരും അടിച്ചൊരു മിക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ദേഹിപൂരി ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മൾ ഗോൽഗപ്പ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ചട്നി ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ മിന്റിന്റെ ചട്നിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത യോഗട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിൽ സേവ് ഇട്ട് കൊടുക്കാം. അത് ഓനിയൻ ഇടൂടി. ഇനിയും കുറച്ച് ഓനിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി പൗഡർ ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. മുളക് പൊടി തികച്ചും ഓപ്ഷനാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യണ്ടേ. നമുക്ക് ടോപ്പിംഗ്സ് ആയിട്ട് അനാർ ഇട്ട് കൊടുക്കാം. ചില്ലിയുടെ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ജസ്റ്റ് ഒരു പൊടിക്ക് വെച്ച് എല്ലാത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദേഹിപൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.